നമുക്കിനി ഇന്റർനാഷണൽ വാർത്തകൾ കൂടി പരിശോധിക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റ് അടക്കം കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിൽ അട്ടിമറി സാധ്യതകളില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ജനറൽ സ്റ്റാഫ് ഓഫ് ഇറാൻ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. രഞ്ജിത്ത് രാമചന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരും. രഞ്ജിത്ത്, ഈ ഒരു അപകടം നടന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു, അട്ടിമറി ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അത്തരത്തിലൊരു അട്ടിമറിക്ക് സാധ്യതകളില്ല എന്നുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? തീർച്ചയായും ഭവ്യ, ജനറൽ സ്റ്റാഫ് ഓഫ് ഇറാനാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത്. അത് റഷ്യയുടെയും തുർക്കിയുടെയും സഹായത്തോടുകൂടിയുള്ള അന്വേഷണമാണ് ഇറാൻ ആരംഭിച്ചിരുന്നത്. ഇതിന്റെ ആദ്യ റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ ഇറാൻ തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഹെലികോപ്റ്റർ നിശ്ചയിച്ചിരുന്ന ഫ്ലൈറ്റ് റൂട്ടിൽ നിന്നും വ്യതിചലിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ചെറിയ സംശയം നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റ് റൂട്ടിൽ നിന്നും വ്യതിചലിച്ചാണോ ഈ വിമാനം, ഈ ഹെലികോപ്റ്റർ സഞ്ചരിച്ചിരുന്നത് എന്നുള്ളത്. അങ്ങനെ ഹെലികോപ്റ്റർ സഞ്ചരിച്ചിരുന്നില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഇത് മാത്രമല്ല, ഈ അപകടമുണ്ടാകുന്നതിന് കൃത്യം 1.5 മിനിറ്റ് മുൻപ് പൈലറ്റ് ഒപ്പം, ഈ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിനൊപ്പം കോൺവോയായി ഉണ്ടായിരുന്ന 2 ഹെലികോപ്റ്ററുകളിലെ ആളുകളുമായി, പൈലറ്റുമായി മറ്റും ആശയവിനിമയം നടത്തിയിരുന്നു എന്നും വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. ഈ സംഭാഷണത്തിൽ സംശയകരമായി അല്ലെങ്കിൽ അപകടമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ഈ പൈലറ്റ് നൽകിയിരുന്നില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊരു സംശയം നേരത്തെ ഉണ്ടായിരുന്നത് അട്ടിമറി സാധ്യതകളെ സംബന്ധിച്ചാണ്. അത് ഈ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ മറ്റോ ഇൻവോൾവ്മെന്റ് ഈ വിഷയത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ ഇത്തരത്തിൽ വെടിയുണ്ടകളുടെയോ മറ്റ് സംശയാസ്പദമായ വസ്തുക്കളുടെയോ സാന്നിധ്യം ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. ഈ തകർന്നു വീണ ശേഷം ഹെലികോപ്റ്ററിന് വളരെ പെട്ടെന്ന് തീ പിടിച്ചു. ഇതാണ് ദുരന്തം ഇതിന്റെ വ്യാപ്തി കൂട്ടിയത് എന്നും പറയുന്നുണ്ട്. ഈ ഭൂപ്രകൃതിയുടെയും പ്രത്യേകതയും മഞ്ഞും മഴയും മറ്റും ഈ അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകരെ എത്തിക്കാൻ താമസിപ്പിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പിന്നീട് റഡാറുകളുടെയും ഈ സ്നിഫർ ഡോഗുകളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് പിന്നീട് ഈ സ്ഥലം കണ്ടെത്താനും രക്ഷാസംഘത്തിന് പിറ്റേ ദിവസം രാവിലെ 5 മണിയോടെ മാത്രം, അതായത് അപകടം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ്, 10-12 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഈ സംഭവ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിരുന്നത്. പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുവിടും എന്നും ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഇബ്രാഹിം റൈസിക്ക് രാജ്യം കണ്ണീരോടെ വിട നൽകി. സൈനിക വിഭാഗങ്ങളുടെയും മതമേധാവികളുടെയും ആത്മീയതാക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരുന്നു വിടവാങ്ങൽ, ഈ ഖബറടക്ക ചടങ്ങുകൾ നടന്നത്. വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽ ഖാന്റെയും അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരുടെയും ഖബറടക്ക ചടങ്ങുകൾ മറ്റ് പ്രദേശങ്ങളിലാണ്, തെഹ്റാൻ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും അട്ടിമറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന സംശയത്തിന്, ആ സംശയം തൽക്കാലം വേണ്ട എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്. ഭവ്യ, നന്ദി. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.